വചനം മാംസമായി ഭൂമിയിൽ ദൈവം സ്നേഹമായി ഇരുളിൽ തെളിയുമീ മാർഗമായി ജീവനാളമായി മരുവിൽ പൊഴിയുമീ മന്നയായി ജീവഭോജ്യമായി സ്തുതികൾ നിറയുമീ സ്വർഗമായി ദൈവരാജ്യമായി. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. ഹല്ലേലൂ 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 ഹല്ലേലൂയാ. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിക്ക് മുമ്പിൽ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ അണയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശയ്യാ പറഞ്ഞതുപോലെ ഞങ്ങളും പറയുന്നു, അവിടുന്ന് പരിശുദ്ധനാണ്. ഞങ്ങളാകട്ടെ അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവരും അശുദ്ധമായ അധരങ്ങളുള്ളവരുമാണ്. ഈ അനുഗ്രഹീതമായ ദിവസത്തെ ഓർത്ത് ഓ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധിയെ പ്രകീർത്തിച്ച് ഞങ്ങളും അങ്ങയുടെ പരിശുദ്ധിയിൽ പങ്കുകാരാകട്ടെ. അവിടുന്ന് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ഏതൊരു സൗഖ്യത്തെക്കാളും വിമോചനത്തെക്കാളും പ്രധാനപ്പെട്ടത് പരിശുദ്ധമായൊരു ജീവിതമാണല്ലോ. കർത്താവേ, എത്രയോ മനുഷ്യരാണ് പരിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആത്മീയ യുദ്ധത്തിൽ നിരന്തരം പരാജയപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ അവർക്കൊരു പുതിയ ആന്തരിക കരുത്ത് കൊടുക്കണമേ. ഈശോ അവരുടെ പ്രാണനായിട്ട് മാറട്ടെ, പ്രാണനാഥനായിട്ട് മാറട്ടെ. കർത്താവിനേക്കാൾ ഉപരിയായി യാതൊന്നിനും യാതൊരാൾക്കും കടപ്പെട്ടവരല്ല ഞാനെന്ന ബോധ്യം എല്ലാവരിലും ഉണ്ടാകട്ടെ. നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധിയെ സ്നേഹത്തോടെ പരിശുദ്ധ സഭയോടും വിശുദ്ധ ഗണത്തോടും അമ്മ മറിയത്തോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രകീർത്തിച്ച് അവൻ്റെ പരിശുദ്ധിയെ നമുക്ക് വണങ്ങാം. നമുക്കും പരിശുദ്ധരാകാൻ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, നീ പരിശുദ്ധനാണല്ലോ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ. ആരാധന ആരാധന മഹത്വപ്പെടുത്തുന്നു കർത്താവേ, ആരാധന. ഈശോയെ നന്ദി പറയുന്നു കർത്താവേ.
ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ. രോഗികളെ മോചിപ്പിക്കുന്നവനെ, സൗഖ്യം നൽകുന്നവനെ, വിടുതൽ കൽപ്പിക്കുന്നവനെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, ദുഷ്ടന്റെ കൂരമ്പുകളെ ഒടിക്കുന്നവൻ ആരാധന, വീണവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവൻ ആരാധന, ഈ ശുശ്രൂഷയെ പ്രതി അങ്ങേക്ക് ആരാധന, ഇതിൽ പങ്കെടുക്കുന്ന ദൈവജനത്തെ പ്രതി ആരാധന, കുഞ്ഞുങ്ങളെ പ്രതി ആരാധന, നൽകുന്ന സൗഖ്യത്തെ ഓർത്ത് ആരാധന, വിടുതലിനായി ആരാധന, അങ്ങയുടെ മഹത്വം കാംക്ഷിക്കുന്നവർക്കായി ആരാധന, അങ്ങയുടെ ദൈവജനത്തിനായി ആരാധന. ആരാധിക്കുന്നു ഈശോയെ, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. സ്നേഹത്തോടെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി ദൈവമേ. മാരകമായ രോഗപീഠകളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഡാനിയൽ ഫാസ്റ്റിൻ്റെ 17ാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ ധാരാളമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അത് ഏത് രോഗവുമായിരിക്കാം. നമുക്കറിയാം, ഇപ്പോഴത്തെ നാളുകളിൽ ക്യാൻസറിനേക്കാൾ ക്ലേശകരമാണ് ചില പനി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പീഠയിൽ കഴിയുന്ന മനുഷ്യനാണ് നമ്മളെങ്കിലും നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഒരു ദൈവവചന ഭാഗം കണ്ട് നമുക്ക് കൂടുതൽ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനുമായി ശ്രമിക്കാം. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഈ ആത്മീയ യാത്രയുടെ 17ാമത്തെ ദിവസമാണ്. ദൈവം നമ്മളെ നടത്തുന്ന വഴികളെ സ്നേഹത്തോടെ ഓർക്കുക. കർത്താവാണ് നമ്മളെ ചേർത്ത് പിടിച്ചത്. ഓരോ ദിവസവും നമ്മൾ ദൈവത്തെ ആരാധിച്ചാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടേണ്ടത്. തീർച്ചയായും ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന പ്രിയപ്പെട്ടവരെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കും. ഇന്നും നാളെയുമായി 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമതായി, ഡാനിയേലിൻ്റെ പുസ്തകം 10ാമത്തെ അധ്യായത്തിൽ 2 ദൂതന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. 2 ടൈപ്പ് ഓഫ് ഏഞ്ചൽസിനെ കുറിച്ച്, ദൂതന്മാരെ കുറിച്ച്. ഒന്ന് ഗാർഡിയൻ ഏഞ്ചൽസ്, കാവൽ ദൂതന്മാർ. 2 ദേശത്തിൻ്റെ ദൂതന്മാർ, ഒരു സിറ്റിക്കുള്ള, ഒരു ദേശത്തിനുള്ള ദൂതന്മാർ. വളരെ ചെറുപ്പമായൊരു കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ ആ കുഞ്ഞ് നിത്യതയിലേക്ക് പലായനം ചെയ്യുന്ന സമയം വരെ ആ കുഞ്ഞിനെ നിരന്തരം പിന്തുടരുന്ന ഒരു കാവൽ ദൂതനുണ്ട്, ഒരു ഗാർഡിയൻ ഏഞ്ചലുണ്ട്. നമ്മളെല്ലാ വർഷവും ഈ മാസത്തിൻ്റെ, ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ 2-ാം തീയതിയാണ് നമ്മൾ ഈ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ട് ഒരു കാവൽ ദൂതൻ എന്നെ നയിക്കാൻ. സ്വർഗം എനിക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നതാണ്. പ്രവാചകനായ ദാനിയേൽ ഏറെ വിഷമിച്ച് ക്ലേശിച്ച് സിംഹക്കുഴിയിലായിരുന്ന് തനിയായിരിക്കുന്ന നേരത്ത് ഈ കാവൽ ദൂതൻ വന്ന് ഇവനെ റിമൈൻഡ് ചെയ്യുകയാണ്, ഇവനെ ഓർമ്മപ്പെടുത്തുകയാണ്. ദാനിയേലേ, നീ ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ ദൈവം അയച്ചിട്ട് നിന്റെ അടുത്തേക്ക് വന്നതാണ്. സഹോദരങ്ങളെ, ഇത് കാണാൻ നമ്മുടെ ആന്തരികമായ കണ്ണുകൾ തുറക്കണം. ആന്തരികമായ കണ്ണുകൾ തുറക്കാത്തവർക്ക് വെറുതെ തല മാന്താനേ പറ്റൂ. ഒരു കാര്യം പിടികിട്ടില്ല. ആത്മീയമായ രഹസ്യങ്ങളെക്കുറിച്ച് യാതൊരു പിടിയുണ്ടാകില്ല. ഭൗതികമായി പുസ്തകത്തിൽ കാണുന്ന ചില കാര്യങ്ങളും ട്രാഫിക് നിയമങ്ങളും മാത്രമേ അവർക്കറിയാൻ കഴിയൂ. ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ആത്മീയ തലത്തിലുള്ള നിയമങ്ങൾ നമ്മൾ അറിയണം. ഇതിൻ്റെ വളരെ ചെറിയ ഒരു ഉദാഹരണം മാത്രം ഞാൻ പങ്കുവെക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. സിറിയ രാജാവ് എലീഷ പ്രവാചകനെതിരെ ഒരു പറ്റം ആളുകളെ അയച്ചു. എലീഷായെ നശിപ്പിക്കാനും കൊല്ലാനുമായിട്ടാണ് ഈ സിറിയ രാജാവ് അയക്കുന്നത്. ഈ അയക്കുന്ന നേരത്ത് ഒരു പ്രഭാതമായിരുന്നു. എലീഷായുടെ ദൂതൻ ആരോ വാതുക്കം മുട്ടുന്നത്
കേട്ടിട്ട് ചെന്ന് നോക്കുമ്പോഴാണ് ഒരു വലിയ പറ്റം സിറിയ രാജാവ് അയച്ചിരിക്കുന്ന എലീഷായെ കൊല്ലാനുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഓടിച്ചെന്ന് എലീഷായോട് പറഞ്ഞു, പ്രഭോ, വലിയൊരു പറ്റം ആളുകൾ നമ്മളെ വിഴുങ്ങാൻ, നമ്മളെ നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നു. എലീഷ വളരെ ശാന്തനായിരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സഹോദര, അവരെക്കാൾ വലിയൊരു സൈന്യം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെക്കാൾ ശക്തരും ധീരനുമായൊരു സൈന്യം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അയാളൊരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ആരെയും കാണാനില്ലല്ലോ, അങ്ങയെ മാത്രമേ കാണാനുള്ളൂ. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? സഹോദര, നീ നിന്റെ കണ്ണുകൾ അടയ്ക്കുക. നീ നിന്റെ കണ്ണുകൾ അടച്ചിട്ട് നീ തുറക്കുന്ന നേരത്ത് നിനക്ക് ഒരുപാട് ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ആ മനുഷ്യൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു പറ്റം ആഗ്നേയ രഥങ്ങളും കുതിരകൾ കൊണ്ട് എന്തെന്നില്ലാത്ത വിധത്തിൽ അവർ ഒരുപാട് ശക്തിയുള്ളവരായിട്ട് മാറുന്നു. തുടർന്ന് വളരെ എളുപ്പത്തിൽ ഈ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, എതിർ ശക്തികളുടെ കണ്ണുകളെ അന്ധമാക്കണമേ എന്ന്. അപ്പോൾ എതിർ ശക്തികളുടെ കണ്ണുകൾ അന്ധമാക്കുകയും ഇവരുടെ കണ്ണുകൾ യഥാവിധം പരിശുദ്ധാത്മാവ് തുറക്കുകയും ചെയ്തു. സംഭവിച്ചത്, എതിർ ശക്തികളായിട്ട് വന്നിട്ടുള്ളവർ വേറൊരു വഴിക്ക് വഴിമാറി. എന്നിട്ട് ഇവരാകട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവമേ, എൻ്റെ കണ്ണുകൾ, ആന്തരികമായ കണ്ണുകൾ നീ ഞങ്ങൾക്ക് തുറന്നു തന്നല്ലോ എന്ന്. സഹോദരങ്ങളെ, ഈ അനുഗ്രഹീതമായ ദിവസം ആന്തരികമായ നമ്മുടെ കണ്ണുകൾ തുറക്കാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ തുടർന്ന് സഭയുടെ ഔദ്യോഗികമായ ഒരു ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന, ലിയോ 13 മാർപ്പാപ്പയിലൂടെ നൽകപ്പെട്ട പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് ആവർത്തിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കുരിശ് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ചേർത്ത് പിടിക്കണം. എന്നിട്ട് ഇടയ്ക്കിടെ കുരിശു വരയ്ക്കുന്ന നേരത്ത്, ഞാനിങ്ങനെ കുരിശു വരയ്ക്കും എന്നെ തന്നെ, ആ നേരത്ത് നിങ്ങളെ തന്നെ കുരിശു വരയ്ക്കുക. ഇതിൻ്റെ ഇടയിൽ ഒരു പദം നമ്മൾ ആവർത്തിക്കും. അത് വാദേ സാത്താന എന്ന് പറയുന്നൊരു വാക്കാണ്. ഇതൊരു ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം ബിഗോൺ യു സേറ്റൻ എന്നാണ്. പിശാചെ പുറത്തു പോവുക എന്നുള്ളതാണ്. ഏതെല്ലാം ദുഷ്ടൻ്റെ ശക്തികൾ നിങ്ങളോട് അറ്റാച്ച്ഡ് ആണെന്ന്, നിങ്ങളോട് ചേർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആ മേഖലയെ ഉന്നം വെച്ചുകൊണ്ട് വാദേ സാത്താന എന്ന് ആവർത്തിക്കുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്ന് ഈ പ്രാർത്ഥനയിൽ ഒരേ സമയം നമ്മൾ ഈ പ്രാർത്ഥന, തിരുസഭയുടെ ഈ പ്രാർത്ഥന ആവർത്തിക്കുന്ന നേരത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും ചെയ്യും. ഇതൊരു നീണ്ട പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഏറെ ഏകാഗ്രതയോടെ, സ്നേഹത്തോടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുകാരാകുമല്ലോ. ഏതാനും ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തികൾ കൂടി അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് പ്രാർത്ഥനയുടെ കുറേ ഭാഗം ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് മലയാളത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇഫ് യു ആർ എ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പേഴ്സൺ, try to listen these words. This is a prayer written by Pope Leo XIII. This is one of the prayers, an incredible prayer that would bring you a lot of healing, a lot of deliverance. No matter which religion you are belonging to, which community you belonging to, try to attend this prayer. Mighty Lord is going to bless you, anoint you. സ്നേഹത്തോടെ ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകാരാകാം. God arises, his enemies are scattered, and those who hate him flee before him. As smoke is driven away, so are they driven. As wax melts before the fire, so the wicked perish at the presence of God. വിശുദ്ധ കുരിശ് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. യൂദായുടെ സിംഹവും, യൂദായുടെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. യൂദായുടെ സിംഹവും, യൂദായുടെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ
വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ് ഇതാ കർത്താവിന്റെ കുരിശ് ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. We drive you from us, whoever you may be, unclean spirits, spirits of death, infirmity, despair, confusion, division, anxiety, fear, anger, hatred, lust, sloth, and pride, all satanic powers, all infernal invaders, all wicked legions, assemblies, and sects, in the name and by the power of our Lord Jesus Christ, in the name and by the power of our Lord Jesus Christ, in the name and by the power of our Lord Jesus Christ. May you be snatched away and driven from the church of God, and from the souls made to the image and likeness of God, and redeemed by the precious blood of the divine Lamb. Most cunning serpent, you shall no more dare to deceive the human race, persecute the church, torment God's elect, and sift them as wheat. The Most High God commands you. God the Father commands you. God the Son commands you. God the Holy Spirit commands you. Christ, God's Word made flesh, commands you. He who's to save our human race, outdone through your envy, humbled himself, becoming obedient even unto death. He who has built his church on the firm rock and declared that the gates of hell shall not prevail against her, because he will dwell with her all days, even to the ends of the world. The sacred sign of the cross commands you. The glorious Mother of God, the Virgin Mary, commands you. She who by her humility and from the first moment of her immaculate conception crushed your pride head. The faith of the holy apostles Peter and Paul and all the other apostles commands you. The blood of the martyrs and the pious intercession of all the saints commands you. Thus crushed dragon and you diabolic legions, we adjure you by the power of the living God, by true God, by the holy God, by the God who so loved the world that he gave up his only Son, that every soul believe in him might not perish but have life eternal. Stop deceiving human creatures and pouring out to them the poison of eternal damnation. Stop harming the church and hindering her liberty. Please say after me, Vade Satana, for 12 times. പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ച് 12 പ്രാവശ്യം വാദേ സാത്താന എന്ന് ആവർത്തിക്കുക. വാദേ സാത്താന, 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 വാദേ സാത്താന. വാദേ സാത്താന. Inventor and master of all deceit, envy of man's salvation, give place to Christ in whom you have found none of your works. Give place to the one holy Catholic and Apostolic Church, acquired by Christ at the price of his blood. Stoop beneath the all-powerful hand of God. Tremble and flee when we invoke the holy and terrible name of Jesus, this name which causes hell to tremble, this name to which the virtues, powers, and dominations of heaven are humbly submissive, this name which the cherubim and seraphim praise unceasingly, repeating, Holy, holy, holy is the Lord, the God of all the armies.
മധ്യസ്ഥം ശുദ്ധഗണത്തിൻ പ്രാർത്ഥനയും നമ്മോടൊത്തുണ്ട്, എന്നും നമ്മോടൊത്തുണ്ട്. മാതാവിന്റെ മധ്യസ്ഥം ശുദ്ധഗണത്തിൻ പ്രാർത്ഥനയും നമ്മോടൊത്തുണ്ട്, എന്നും നമ്മോടൊത്തുണ്ട്. അതിനാൽ നമ്മൾ പതറില്ല, ധൈര്യം തെല്ലും ചോരില്ല. ശക്തി ധരിച്ചിടും, നമ്മൾ ശക്തി ധരിച്ചിടും. അതിനാൽ നമ്മൾ പതറില്ല, ധൈര്യം തെല്ലും ചോരില്ല. ശക്തി ധരിച്ചിടും, നമ്മൾ ശക്തി ധരിച്ചിടും. സാത്താൻ കെട്ടും കോട്ടകളും അവന്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. സാത്താൻ കെട്ടും കോട്ടകളും അവന്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. വാദേ സാറ്റാനാ, 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 വാദേ സാറ്റാനാ. കർത്താവിന്റെ വചനത്താലും കാൽവരി ബലിയുടെ യോഗ്യതയാലും തിന്മ ഭയന്നോടും സാത്താൻ ഞെട്ടി വിറച്ചിടും. കർത്താവിന്റെ വചനത്താലും കാൽവരി ബലിയുടെ യോഗ്യതയാലും തിന്മ ഭയന്നോടും സാത്താൻ ഞെട്ടി വിറച്ചിടും. കൂദാശകളുടെ യോഗ്യതയും ദൈവസ്തുതിയുടെ ശക്തിയതും ഉന്നതമാണല്ലോ, ഏറ്റവും ഉന്നതമാണല്ലോ. കൂദാശകളുടെ യോഗ്യതയും ദൈവസ്തുതിയുടെ ശക്തിയതും ഉന്നതമാണല്ലോ, ഏറ്റവും ഉന്നതമാണല്ലോ. തിരുവചനത്തിൻ സാന്ത്വനവും തിരുസഭ തന്നെ പാലനവും തിരുഹൃദയത്തിൻ മറയും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു. തിരുവചനത്തിൻ സാന്ത്വനവും തിരുസഭ തന്നെ പാലനവും തിരുഹൃദയത്തിൻ മറയും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. തമ്പുരാനേ, 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 തമ്പുരാനേ. ഓ പരിശുദ്ധനെ, നിന്റെ പരിശുദ്ധമായ നാമത്തിൽ ആയിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ സ്പർശിക്കണമേ. വളരെ പ്രത്യേകമായി എല്ലാ ക്യാൻസർ രോഗികളെയും, മാറാരോഗത്തിൻ്റെ പീഠയിൽ വേദനയിൽ കഴിയുന്ന എല്ലാ ദൈവമക്കളെയും ഈ അനുഗ്രഹീതമായ മണിക്കൂറിൽ അവിടുന്ന് തൊടണമേ. അവരുടെ സമീപത്തേക്ക് ചെല്ലണമേ. അങ്ങയുടെ കരം കുറുകി പോയിട്ടില്ല എന്ന്, അങ്ങയുടെ കാതുകൾ മന്ദീഭവിച്ചിട്ടില്ല എന്ന് ഓരോ മകനും മകളും അറിയട്ടെ. ഓരോ മകനെയും മകളെയും തൊടണമേ കർത്താവേ. കർത്താവേ, ശരീരം തളർന്നു പോയിരിക്കുന്നവർക്ക് എഴുന്നേൽക്കാനുള്ള കൃപ കൊടുക്കണമേ. കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച മടക്കി കൊടുക്കണമേ. തളർന്ന ശരീര അവയവങ്ങൾ വീണ്ടും ബലം പ്രാപിക്കട്ടെ. യഫാത്ത എന്ന് കൽപ്പിക്കണമേ ദൈവമേ. അടഞ്ഞ വാതിലുകൾ പ്രിയപ്പെട്ടവർക്കായിട്ട് തുറക്കണമേ. അടഞ്ഞ സാധ്യതകൾ പ്രിയപ്പെട്ടവർക്കായിട്ട് തുറക്കണമേ. അങ്ങയുടെ ഗ്ലോറിയസ് ആയ സാന്നിധ്യം കൊണ്ട് ഭവനങ്ങൾ മുഴുവൻ നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് ഭവനങ്ങൾ നിറയപ്പെടട്ടെ, വ്യക്തികൾ നിറയപ്പെടട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കാതെ പോകരുതേ, ദിവ്യ സ്നേഹസ്പർശം നൽകണമേ. അനുഗ്രഹിക്കാതെ പോകരുതേ, ദിവ്യ സ്നേഹസ്പർശം നൽകണമേ. തളർന്ന ശരീരാവയവങ്ങൾ ചലിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബോഡിയിൽ അനുഭവപ്പെടുന്ന വേദനകൾ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക.
തളർന്ന കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുക. ഉദര സംബന്ധമായ പീഡകൾ അനുഭവിക്കുന്നവർ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക. വന്ധ്യമായ ഉദരങ്ങൾ കർത്താവിൻ്റെ കൈകളിലേക്ക് അർപ്പിക്കുക. അവൻ ജീവന്റെ നാഥനാണ്, അവൻ മരണത്തിന്റെ കർത്താവാണ്. അവന് സകലതും വീണ്ടെടുക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട്, ദൈവമേ ഞങ്ങൾക്ക് മറുപടി തരണമേ, ഞങ്ങൾക്ക് ഉത്തരം തരണമേ. സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ, എൻ്റെ ദൈവമേ കരുണാനിധി. നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന നാഥ ആരാധന, ആരാധന ആരാധന നാഥ ആരാധന, ആരാധന ആരാധന നാഥ ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മേൽ അലിവ് തോന്നിയ പരിശുദ്ധ പരമദിവ്യ കാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.